എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമുക്ക് വേനലിൻ്റെ ചൂട് കൊണ്ട് അധികം ആൾക്കും ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ? സൂര്യതാപമേറ്റു മരിച്ചു എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ചൂട് നമുക്ക് ഇത്ര അസഹനീയമായി തോന്നുന്നതെന്ന് അറിയോ? ഒന്നാമത് നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നവരായിരിക്കും. അപ്പോഴെന്ത് ചെയ്യും? താപനില ശരീരത്തിൽ കൂടും. അതല്ലാതെ ഒരുപാട് തണുത്ത വെള്ളം, അതായത് നമ്മൾ വിചാരിക്കും തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ചൂട് കുറയുന്നു. നിങ്ങളൊരു കാര്യം അറിയാമോ? നിങ്ങളുടെ നമ്മുടെ താപനില എന്ന് പറയുന്നത് 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഈ തണുത്ത വെള്ളം അതിനെക്കാട്ടിയും ലോ ഡിഗ്രിയിലുള്ളതാകുമ്പോൾ എന്ത് ചെയ്യും? ശരീരത്തിന് ഈ തണുത്ത വെള്ളം കിട്ടുമ്പം അത് ആ 36 ഡിഗ്രി ആക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കേണ്ടി വരും. നിങ്ങൾ നോക്കിയിട്ടില്ലേ? തണുത്ത വെള്ളം കുടിക്കുമ്പോൾ പിന്നെയും നമുക്ക് ഭയങ്കര ദാഹമായിരിക്കും. കൂടെ കൂടെ കുടിക്കണം എന്നല്ലേ തോന്നുക. അതുകൊണ്ട് ദാഹം വരുമ്പോൾ തീർച്ചയായിട്ടും കിണറിലെ പച്ചവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പച്ചവെള്ളം കുടിക്കാൻ മിക്കവർക്ക് പേടിയാണ്, ക്ലോറിൻ ചെയ്യും. പക്ഷേങ്കിൽ ഞാൻ 2022 അക്യുപഞ്ചറിൽ വന്നത്. അതിനു മുന്നേ ഞാൻ ഒരുപാട് വെള്ളം കുടിച്ച വ്യക്തിയായിരുന്നു. അതും ചൂടുവെള്ളം എത്ര കുടിച്ചാലും മതിയാകില്ല, പിന്നെയും കുടിക്കാൻ വേണ്ടി തോന്നും. പക്ഷേങ്കിൽ അക്യുപഞ്ചർ രീതിയിൽ ചൂടുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസിലാണ് പെടുന്നത്. ദാഹമുള്ളപ്പോൾ പച്ചവെള്ളമാണ് കുടിക്കേണ്ടത്. നാരങ്ങ വെള്ളമോ അങ്ങനത്തെ വെള്ളങ്ങളൊന്നല്ല, ജ്യൂസുകളോ ഒന്നുമല്ല കുടിക്കേണ്ടത്. ശരിയായ പച്ചവെള്ളം അത് കുടിച്ച് അത് ഇരുന്നു കൊണ്ട് നമ്മൾ കുടിക്കുകയാണ് നമ്മൾ ദാഹം ശമിക്കുന്നത് കാണാം. പിന്നെ അന്തരീക്ഷത്തിൽ ചൂടുള്ളത് കൊണ്ട് നമ്മുടെ ശരീരം കുറച്ചധികം വേർപ്പിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ആ വേർപ്പിക്കുമ്പോൾ നമ്മുടെ താപനില ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ വിയർപ്പിൻ്റെ അംശം കുറച്ച് കൂടുന്നല്ലാണ്ട് ചൂടിന് ഇത്രയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിന്ന് ചിന്തിച്ചാൽ മതി. മഴക്കാലം വന്ന് ഒരു 2 ആഴ്ച സ്ഥിരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് തുടങ്ങും, ഇതെന്താ ഒരു വെയിൽ ഇല്ലാത്ത, സൂര്യനെ കാണുന്നില്ലല്ലോ. ശരിക്കും ഒരു ലോ പോലെ തോന്നില്ല, ഒരു മടുപ്പ് തോന്നാറില്ലേ 2 ആഴ്ച സ്ഥിരമായിട്ട് കൂട്ടിയിരിക്കുന്ന മഴ ആകുമ്പോൾ? അപ്പോൾ നമ്മൾ സൂര്യനെ ആഗ്രഹിക്കും. പക്ഷേങ്കിൽ ഈ ടൈം നമുക്ക് ചൂട് കൂടുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡിൻ്റെ കൂടെയല്ല കഴിക്കേണ്ടത്. വേവിച്ച ഫുഡ് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റം, വെള്ളമുള്ള ഫ്രൂട്ട്സ് ഐറ്റം തിന്നാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. രാവിലത്തെ ഫുഡ് വേവിച്ചത് ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഫ്രൂട്ട്സ്, സലാഡ്സ് പോലെയുള്ളത് കഴിച്ചു നോക്കിക്കേ. ആ ചൂടൊന്നും നമുക്കൊരു വിഷയമായിട്ട് തോന്നില്ല. രാവിലെ ഉച്ചയ്ക്ക് വേണമെങ്കിൽ ചോറ് കഴിക്കുക. അതിൻ്റെ കൂടെ ഫ്രൈഡ് ഐറ്റം എല്ലാം ഈ സമയത്ത് കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം വേണമെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റം, സലാഡ് പോലെയുള്ള, കക്കിരിക്ക പോലെയുള്ള, വത്തക്ക പോലെയുള്ള വെള്ളമുള്ള ഫ്രൂട്ട്സ് ഐറ്റം കഴിച്ചു നോക്കിക്കേ. ഈ ചൂട് ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. നമ്മൾ എ സിയിലിരിക്കുന്നു, ചൂട് എന്ന് പറയുന്നു, ഫാൻ ഇട്ടിട്ട് നമുക്ക് ഇതില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേങ്കിൽ ഇങ്ങനെയൊന്ന് ഫുഡിൽ മാറ്റം വരുത്തി നിങ്ങൾ മരുന്നൊന്നും കഴിക്കാത്തൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ആ ചൂട് ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. വിയർക്കും സാധാരണ, കാരണം നമുക്ക് നല്ല ചൂടല്ലേ പുറത്ത്. അപ്പം നമ്മൾ പോകുമ്പോൾ വിയർപ്പ് ഉണ്ടാകുന്നല്ലാണ്ട് അതിനെക്കുറിച്ച് അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരില്ല. നമ്മളിത് ദാഹമാണ്, ചൂടാണ്, വിയർപ്പാണ്, ഒരുപാട് വെള്ളം കുടിക്കാൻ നോക്കും. അങ്ങനെയല്ല വേണ്ടത്. ദാഹത്തിനനുസരിച്ചിട്ട് പച്ചവെള്ളം കുടിക്കുക, അത് ഇരുന്നു കൊണ്ട് കുടിക്കുക. അപ്പോഴത്തേക്ക് ആ ദാഹം ശമിക്കുന്നത് കാണാം. വെള്ളം കൂടുതൽ വേണ്ടി വരും സാധാരണയുള്ളതിനെക്കാട്ടിയും, കാരണം ദാഹം എപ്പോഴാണോ ശമിക്കുന്നത് അതുവരെ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. അതെന്ന് വെച്ച് ഇരുന്ന് കുടിക്കുക. അപ്പം നമുക്ക് തോന്നും 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് മതിയാവുന്നത് കാണാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി 9 മണി കഴിയുമ്പോഴത്തേക്കന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. ആ ശരീരം മെയിൻ്റനൻസ് ജോലി ചെയ്യുന്നത് ആ ടൈമാണ്. 11 മണിയാകുമ്പോൾ ലിവറിൻ്റെ ഫങ്ഷനൊക്കെ മെയിൻ്റനൻസ്, ആ ശരിക്കുള്ള പ്രക്രിയ നടക്കുന്നത് ആ ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ എണീച്ച് രാവിലെ ശുദ്ധമായ ജലത്തിൽ, പച്ചവെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക. സോപ്പ് പോലെയുള്ള സാധനങ്ങൾ ശരീരത്തിൽ ഉപയോഗിക്കാണ്ടിരിക്കുക. എന്ത് ക്രീം ആയിക്കോട്ടെ, സോപ്പുകളായിക്കോട്ടെ, അതൊക്കെ കെമിക്കൽ അടങ്ങിയ സാധനം ശരീരത്തിൽ പുരട്ടാണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ സ്കിന്നിന് നമ്മുടെ ഏറ്റവും വലിയ അവയവമാണ്. നമ്മൾ കുളിച്ചിട്ട് തോർത്താണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെന്ത് ചെയ്യും? ശരീരം അബ്സോർബ് ചെയ്യും ഈ വെള്ളത്തിന്. അപ്പം നമുക്ക് ദാഹത്തിന് വളരെ കുറച്ച് വെള്ളമേ കുടിക്കേണ്ടി വരുള്ളൂ. ഞാൻ 2022 ആ ടൈമിലാണ് അക്യുപഞ്ചർ
ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് പഠിക്കണം തോന്നിയത്, എൻ്റെ മാറ്റം കണ്ടിട്ട്. അങ്ങനെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡിന് സാധാരണ ജോലിയായിരുന്നു. അപ്പം എനിക്ക് ജോലി ചെയ്യാനുള്ളൊരു ഞാൻ തന്നെ ഭയങ്കര എനർജറ്റിക്കായി മാറി. അപ്പോൾ ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു കളക്ഷൻ ഏജൻറ്റിൻ്റെ ജോലി കിട്ടി. അപ്പോൾ ഈ സമയം മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ഞാൻ എനിക്ക് വണ്ടി ഉണ്ടായിട്ടില്ല. ഞാൻ നടന്നിട്ട് തന്നെ കളക്ഷൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ നടന്നിട്ട് പോയിട്ടാണ് കളക്ഷൻ എടുത്തത്. ഈ വെയിലത്തൊക്കെ പോകുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. കാരണം ഞാൻ രാവിലത്തെ ഫുഡ് നേന്ത്രപ്പഴം ഈത്തപ്പഴം അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ജ്യൂസുകളായിട്ട് കുടിച്ചിട്ട് പിന്നീട് ഉച്ചക്ക് എപ്പോഴാണ് എത്തുന്നത് 3 മണിയോ 4 മണിയോ അങ്ങനെ ഒരു ഭക്ഷണം ആ ഒരു ഇതാക്കുമ്പോൾ ഈ എത്ര വെയിലുണ്ടായാലും എത്ര സ്ഥലത്ത് എനിക്ക് നടന്നാലും ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഭയങ്കര പിറ്റേന്നും നല്ലൊരു എനർജറ്റിക്കായിട്ട്. സാധാരണ നമുക്കൊരു ദിവസം വെയിലത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം, പിറ്റേന്നൊന്നും കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ. അതല്ല, ശരിക്കും നമ്മൾ നമ്മുടെ ശരീരത്തിനെ അറിഞ്ഞാൽ ഈ ചൂടും ഈ കാലാവസ്ഥയൊന്നും നമുക്കൊരു പ്രശ്നമല്ല. മഴയായിക്കോട്ടെ വെയിലായിക്കോട്ടെ, വെയിലാകുമ്പോൾ നമുക്ക് ഭക്ഷണം വളരെ കുറവേ വേണ്ടൂ. അതും ജലാംശം അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. അതും പ്രത്യേകിച്ച് റോ ആയിട്ടുള്ള പച്ചക്കറികൾ, വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മരുന്നെല്ലാം ഒഴിവാക്കി ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഈ ചൂട് ഒരു പ്രശ്നമല്ല. എല്ലാവർക്കും നല്ലൊരു ശാന്തിയും സമാധാനമുള്ള ഒരു ദിവസം നേരുന്നു. ഓക്കെ, താങ്ക് യു.